നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ, ട്രിവാൻഡ്രം. ഒരു 40+ ഏജ് ഗ്രൂപ്പിലെ ലേഡീസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഭയങ്കര ചുറുചുറുപ്പോടും വെരി എനർജറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ വിട്ടുപോകും. മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. പെട്ടെന്ന് മുടി കൊഴിയുന്നു, ടെൻഷൻ വരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകുന്നു. മാത്രമല്ല, വെയിറ്റ് ഗെയിൻ ചെയ്തത് പെട്ടെന്ന് വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഒരു 40+ ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ഇതെന്തുകൊണ്ടാണ്? ആർത്തവ വിരാമത്തിൻ്റെ ഒരു പ്രൊസീജിയർ, ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നൊരു ഏജാണ് 40+ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സെയിം ഏജ് ആണോ? ഒരിക്കലും അല്ല. ബിക്കോസ് ഒരു 40-ൽ ഇത് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു 10 വർഷം എടുക്കാം, ഒരു 20 വർഷം എടുക്കാം. അത് ഓരോരുത്തരുടെ ഒരു ജനറ്റിക് മേക്കപ്പ് വരെ, അത് അവരുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇതിലെ പ്രത്യേകത നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, 40 വയസ്സോട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അവരുടെ എല്ലാ ഫീച്ചേഴ്സിനും ഈ ഒരു ഈസ്ട്രജൻ്റെ പങ്ക് അല്ലെങ്കിൽ ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിക്കോട്ടെ, ബോണിൽ കാൽഷ്യം ഡെപ്പോസിഷന്, ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ആർട്ടറീസിൽ ക്ലോട്ട്സ് വരാതിരിക്കാനെല്ലാം ഈസ്ട്രജന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പം ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് സിസ്റ്റത്തിൽ, നമ്മുടെ എല്ലാ ഓർഗൻ സിസ്റ്റത്തിനെയും അത് ബാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈസ്ട്രജൻ്റെ റോൾ എന്താണ്. ഈ റോള്, ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ശരിക്കും നമ്മുടെ ഓവറീസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഈസ്ട്രജൻ മാത്രമല്ല, പ്രൊജസ്റ്റീറോണും ഉണ്ട്. നമ്മൾ ബർത്ത് കൺട്രോൾ പിൽസിനെ പറ്റിയൊക്കെ അറിയാം. അതിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അപ്പോൾ ഈസ്ട്രജൻ്റെ സെക്രീഷൻ വരണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പുള്ളിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് FSH എന്ന് പറയും. ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ അണ്ടം ഒരു ഫോളിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ലൊരു പാക്കേജിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാ മാസവും നമ്മുടെ പീരിയഡ്സ് കഴിയുന്ന സമയത്ത് ഈ ഒരു ഫോളിക്കിളിനെ അത് ഒരു ഓവറിൽ നിന്നാവാം, റൈറ്റിൽ നിന്നാവാം, ലെഫ്റ്റിൽ നിന്നാവാം, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതൊന്ന് മെച്യൂർ ആവാൻ വേണ്ടി. കാരണം നമ്മൾ പെൺകുട്ടികൾക്ക് അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക മെച്യൂർ ആവാതെ. എപ്പോഴാണോ നമ്മൾ ആ പ്യൂബർട്ടി അല്ലെങ്കിൽ നമുക്ക് ആർത്തവ ആരംഭം തുടങ്ങുന്നത്, അപ്പം മുതൽ ഓരോ മാസം ഓരോ അണ്ടമാണ് മെച്യൂർ ആവുന്നത്. ഇത് മെച്യൂർ ആവുന്നതിനോടൊപ്പം ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ആവുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പറ്റും, നമ്മുടെ യൂട്രസിലും കുറേ ചേഞ്ചസ് വരും. എന്താണ്, യൂട്രസിലൊരു നല്ല ഇപ്പം പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് വെസൽസ് കൂടും. അവിടെ നല്ല തിക്കായിട്ട് ഒരു പാക്കേജിങ് പോലെ തന്നെ, കാരണം നമുക്ക് കുഞ്ഞ് വന്നിരിക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് കുഷനിങ് ഇഫക്റ്റ് വരാനുള്ള ചേഞ്ചസ് യൂട്രസിനകത്ത് നടക്കും. അപ്പം ഓവറിക്കകത്ത് ഡെഫിനറ്റ്ലി ഈ മെച്യൂർ ആവുന്നുണ്ട്, യൂട്രസിനകത്തും ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ അണ്ടം മെച്യൂർ ആവും, അത് റിലീസാവും. അപ്പോൾ റിലീസാവുന്നതും എഗെയിൻ നമ്മുടെ തലച്ചോറിൽ നിന്ന് ല്യൂട്ടനൈസിങ് ഹോർമോൺ LH എന്ന് പറയും. അത് റിലീസ് ചെയ്യുമ്പം പെട്ടെന്ന് ഈ അണ്ടം റിലീസാവുന്നു, അത് നമ്മുടെ യൂട്രസിലേക്ക് വരുന്നു. എന്താണ് നെക്സ്റ്റ് പ്രോസസ്സ്? പ്രഗ്നൻസി വരുവാണെങ്കിൽ ഒരു സ്പേമിൻ്റെ പ്രസൻസിൽ ഇത് രണ്ടും ഒന്നാകുന്നു, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു, കുഞ്ഞുണ്ടാകുന്നു. പക്ഷേ അഥവാ നമുക്ക് ഈ സ്പേം ഇല്ല, ഇത് ഫെർട്ടിലൈസേഷൻ ഫ്യൂഷൻ നടക്കുന്നില്ല എന്ന് വെക്കട്ടെ, ഇത് സ്വാഭാവികമായിട്ടും വേസ്റ്റായി പോകും അല്ലേ? അതാണ് നമ്മുടെ ഈ ആർത്തവ രക്തമായിട്ട് നമ്മൾ ഒരു 28 ദിവസമൊക്കെ ഏകദേശം ആകുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ എഗെയിൻ സെക്കൻഡ് ഫേസിൽ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അതും നമ്മുടെ ഓവറി തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ എല്ലാ മാസവും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ ഒരു ചേഞ്ചിങ് ഇങ്ങനെ സൈക്ലിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ആർത്തവം നിൽക്കുന്ന സമയത്ത്, അതായത് വിരാമം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ ഫോളിക്കിള് മെച്യൂർ ആവുന്നില്ല, അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ റിസർവ് ഇല്ല, ഇനിയും നമുക്ക് അണ്ടങ്ങൾ ബാക്കിയില്ല മെച്യൂർ ആക്കാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര FSH റിലീസ് ചെയ്താലും ഈസ്ട്രജൻ സെക്രീഷൻ കുറയുന്നു, അണ്ടം മെച്യൂർ ആവുന്നില്ല, പ്രൊജസ്റ്റിറോൺ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ആദ്യമൊക്കെ എന്ത് പറ്റും, ഇത് ഇറഗുലർ ആയിരിക്കും നമ്മുടെ പീരിയഡ്സ്. ചിലപ്പോൾ ഈ മാസം ഉണ്ടാവും, 4 മാസം കഴിയുമ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഭയങ്കര ഇറഗുലറായിട്ട്, അപ്പോൾ നമുക്ക് ബ്ലീഡിങ് വരുന്നതും എന്താ പറയുക, ഒരു പാറ്റേൺ ഒന്നും ആയിരിക്കത്തില്ല നേരത്തെ പോലെ. ഇടയ്ക്കിടയ്ക്ക് വരും, ചിലപ്പോൾ ഇടയ്ക്ക് വരത്തില്ല, ചിലപ്പോൾ ഇടയ്ക്ക് സ്പോട്ടിംഗ് ആയിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതോടൊപ്പം എന്ത് പറ്റും, നമുക്ക് മാനസികമായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരും. അതാണ് ഞാൻ ഈ പറഞ്ഞ പെട്ടെന്ന് ദേഷ്യം വരിക, ഇറിറ്റബിലിറ്റി, അല്ലെങ്കിൽ ഡിപ്രഷൻ, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് വരും. അതിന് ബ്രെയിൻ ഫോഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ
ഇപ്പം നമുക്ക് പെട്ടെന്ന് മറവി വരിക, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കും, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മളിനി വയസ്സാവുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ, അതോ ഇനി ഡിമെൻഷ്യയിലേക്ക് പോകണം? അല്ല, ഇതെല്ലാം ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിലും മനസ്സിലും വരുന്ന ചേഞ്ചസ് ആണ്. ഇതിൻ്റെ പ്രശ്നം സാധാരണ ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഹോർമോൺസ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി, HRT എന്ന് പറയും. ഈസ്ട്രോജൻ നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കും, അത് ഗുളികയായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ പാച്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർ ഈസ്ട്രജൻ ആയാലും നമുക്ക് പ്രശ്നമാണ്. കാരണം ഓവർ ഈസ്ട്രജൻ, കൂടുതൽ ഈസ്ട്രജൻ ശരീരത്തിലുണ്ടായാൽ അത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആവശ്യത്തിന് ഈസ്ട്രജൻ വേണം താനും. അപ്പോൾ ഈ ഈസ്ട്രജൻ കിട്ടാനായിട്ട് നമുക്ക് വളരെ നല്ല കുറച്ച് നാച്ചുറൽ സോഴ്സസ് ആണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ളത് ശരീരം അബ്സോർബ് ചെയ്യും, ശരീരം ഉണ്ടാക്കും, നമുക്ക് വേറെ എക്സസ് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഇല്ല. ഇനി ഈസ്ട്രജൻ ഒട്ടും ഇല്ലാന്നിരിക്കട്ടെ, അത് ഭയങ്കര കോംപ്ലിക്കേഷനാണ്. നമുക്ക് ഇത് ട്രീറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ പോകുമ്പോഴത്തേക്ക് ഈസ്ട്രജൻ കുറവാകുമ്പോഴത്തേക്ക് കാൽഷ്യം ഡെപ്പോസിഷൻ കുറയും, ഓസ്റ്റിയോപൊറോസിസ് അതായത് എല്ലിൽ തേയ്മാനം വരും, പിന്നെ എല്ല് ഒടിഞ്ഞു പോകാൻ വളരെ സാധ്യതയുണ്ട്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പേരൻസൊക്കെ ഒരു 60-70 വയസ്സാകുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു വീഴ്ച കഴിയുമ്പോഴത്തേക്ക് അവരുടെ എന്തെങ്കിലും ഒരു എല്ല്, പ്രത്യേകിച്ചും ഹിപ്പ് ഒടിഞ്ഞു എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലേ. അതൊക്കെ ഈ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മളത് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈസ്ട്രജൻ ഒരു റോളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഈസ്ട്രജൻ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാകും ഈ ആർത്തവ വിരാമം കഴിഞ്ഞിട്ട്. അപ്പോൾ അതും ഒരു വലിയൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരും നമ്മൾ ഈസ്ട്രജൻ കുറയും തോറും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈസ്ട്രജൻ റിപ്ലനിഷ് ചെയ്യണം. ഈസ്ട്രജൻ കൊടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഫുഡിൽ തന്നെ കുറേ ഈസ്ട്രജൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഈസ്ട്രജൻ ആവശ്യത്തിൽ നമുക്ക് കിട്ടും ഡെയിലി. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ഫ്ലാക്സ് സീഡ് കഴിക്കാൻ പറ്റുമോ? ഒരു പക്ഷേ കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുന്നത് വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കുറച്ചധികം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അഗെയിൻ നിങ്ങൾക്കറിയാം, ഇതെല്ലാം എല്ലാവർക്കും ഈ സെയിം സൊല്യൂഷൻ ചിലപ്പം പറ്റില്ല. കാരണം തൈറോയിഡിന് ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, അണ്ടർലൈൻ വേറെ അസുഖങ്ങളും ഉണ്ടാവും. അപ്പം ജനറലായിട്ട് ഒരു പൊതുവായിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലാക്സ് സീഡ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പം ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നു. പക്ഷേ വേറെ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിനേലും കോംപ്ലിക്കേറ്റഡ് കേസസ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഓസ്റ്റിയോപൊറോസിസിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ നാച്ചുറലി നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടി വരും, വൈറ്റമിൻ ഡി കൊടുക്കേണ്ടി വരും. പിന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബി വൈറ്റമിൻസ് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഫംഗ്ഷൻ, ബ്രെയിൻ ഫംഗ്ഷൻ, നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എല്ലാം ബി വൈറ്റമിൻസിൻ്റെ ഒരു പ്രസൻസിലാണ് ഒപ്റ്റിമം ആയിട്ട് നടക്കുക. അപ്പോൾ ബി വൈറ്റമിൻസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ സ്കിന്നിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഹെയർ ഫോൾ, നമുക്ക് മുടി നേരത്തതാകുന്നു, കൊഴിഞ്ഞു പോകുന്നു, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹെയർ ലൈൻ റിസീഡ് ചെയ്യും, അതായത് നേരത്തെ തഴച്ച് മുടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു തിക്നെസ് കുറഞ്ഞു വരുന്നു, ഡെൻസിറ്റി കുറഞ്ഞു വരും. ഇതിനൊക്കെ വൈറ്റമിൻ ഇ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. പിന്നെ ഇതുകൂടാണ്ട് നമുക്ക് മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഉറക്കത്തിന്, നമ്മുടെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മസിൽസ് ക്രാംസ് പ്രിവെൻറ്റ് ചെയ്യാനും ഇതെല്ലാം മെഗ്നീഷ്യത്തിന് വളരെ ഒരു റോളുണ്ട്. അപ്പം എല്ലാവർക്കും എന്താ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ജനറലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. കൂടാതെ നമ്മൾ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. കാരണം ഈസ്ട്രജൻ കുറഞ്ഞ നാച്ചുറൽ പ്രോസസ്സ് ആണെന്ന് പറഞ്ഞത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഒരു ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പെത്തോളജിക്കൽ ഫ്രാക്ചറിലേക്കോ, എല്ല് ഒടിയുന്ന അല്ലെങ്കിൽ തേയ്മാനത്തിലേക്കോ ഒക്കെ ഇത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് നമ്മളിത് ട്രീറ്റ് ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തണം. പിന്നെ ഇതോടൊപ്പം നമുക്ക് ബ്രീതിങ് എക്സസൈസസ്, നമ്മൾ ടെൻഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ, എക്സസൈസ്, നടത്തം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ധാരാളം കുടിക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡയറ്റ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം അതിൽ നിന്നാണ് നമുക്ക് റോ മെറ്റീരിയൽസ് എല്ലാം കൊടുക്കാൻ സാധിക്കുന്നത്. താങ്ക് യു.